ചന്ദ്രകാന്ത് ഇവിടെ നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ ഇതിന് ഏതാണ്ട് സമാനമായ ഒരു സംഭവമുണ്ട്. അതായത് ദിലീപ് അറസ്റ്റിലായപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് സംഭവിക്കാത്ത ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യാനെന്ന് വിളിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ദിലീപ് 82 ദിവസത്തോളം ജയിലിൽ കിടക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അന്ന് ഈ പല ആളുകളും ഇതിനെ വ്യാഖ്യാനിച്ചത് ഭരണപക്ഷത്തിന് ഞങ്ങളിപ്പോൾ സൂപ്പർ താരത്തെ അറസ്റ്റ് ചെയ്തു, ഞങ്ങൾക്കതൊരു വടിയുമില്ല, കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടും എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക ജനത്തെ എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സൂപ്പർ താരത്തെ, ഒരു സിനിമാ നടനെ തൊടുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുമെന്നും ഭരിക്കുന്ന സർക്കാരുകൾക്ക് സ്വീകാര്യത കൂട്ടുമെന്നും സാധാരണക്കാരായ ജനങ്ങൾ ഈ പളപളപ്പൊക്കെ കണ്ട് ഒരാരാധനയ്ക്കപ്പുറം മറ്റു തലത്തിൽ ചിന്തിക്കും ജനങ്ങൾക്കിടയിൽ ഒരു വീരപരിവേഷം ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കടക്കം നൽകും എന്നും കരുതാം. അങ്ങനെയും ചില വ്യാഖ്യാനങ്ങളുണ്ട്. ആ ചിന്തയോട് എങ്ങനെയാണ് ചന്ദ്രകാന്ത് ചേർന്ന് നിൽക്കുന്നത്? രഞ്ജിത്ത്, ആദ്യം തന്നെ ഈ രണ്ട് കേസുകൾ നമുക്ക് ഒരുപോലെ പറയാൻ പറ്റില്ല. ഒരാൾക്കെതിരെയുള്ള ഒരു ക്രൈമിന്റെ ഒരു അലിഗേഷനാണ്. അതും ഇപ്പോൾ അല്ലു അർജുന്റെ കേസുമായിട്ട് നമുക്ക് അങ്ങനെ നേരിട്ട് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ, പ്രത്യേകിച്ച് ഈ തെലങ്കാന പോലെ ആന്ധ്രാപ്രദേശ് പോലെ സിനിമാ രാഷ്ട്രീയവുമായിട്ട് വളരെയധികം സിനിമയുമായി ഇഴചേർന്ന രാഷ്ട്രീയമുള്ള ഒരു സ്ഥലത്ത് ഇത് തീർച്ചയായിട്ടും ഇതിന് പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അല്ലാതെ സിനി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് വെറുതെ ഒരാളെ ഓടിച്ചെന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഈ കേസിനകത്ത് ഒന്നാമത്തെ കക്ഷിയല്ല ഇപ്പോൾ തന്നെ അല്ലു അർജുൻ. മാത്രവുമല്ല, ഇത്തരം ചടങ്ങുകൾ ആദ്യമായി അല്ല നടക്കുന്നത്. നമുക്കറിയാം, താരപരിവേഷമുള്ള ആളുകൾ, അത് ആരുമായിക്കോട്ടെ, ചിലപ്പോൾ ഒരു കവിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരമായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിരിക്കാം, അല്ലെങ്കിൽ എഴുത്തുകാരനായിരിക്കാം. ഇവരൊക്കെ വന്നാൽ തന്നെ അവിടെ വലിയ ജനം ഉണ്ടാകുന്നുണ്ട്. അത് ആ ജനം ഉണ്ടാകുന്നതിന്റെ പുറകിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അത് നേരിടേണ്ടത് അവിടുത്തെ സംവിധാനമാണ്. ആ സംവിധാനം എത്ര കണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ ശ്രീ ബെന്നി പറഞ്ഞതുപോലെ തന്നെ, ഞാനും ഈ പറഞ്ഞ ദുബൈയിലും ഷാർജയിലും ഒക്കെയുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരെത്ര ഗംഭീരമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവർ ഇതിനേക്കാളും വലിയ സ്റ്റാർ ഷോസ്, ഇതിനേക്കാളും വലിയ താരങ്ങൾ വരുന്നതാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പാളിച്ചകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു സംഭവത്തിലേക്ക് പോകണം. ഏതാണ്ട് 2 ആഴ്ചയായിട്ട് ഈ തെലങ്കാനയിലൊക്കെയുള്ള ചർച്ചകൾ മുഴുവൻ ഏതാണ്ട് അല്ലു അർജുനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാണോ ഒരു രാഷ്ട്രീയ കാര്യത്തിലുണ്ടാകുന്നത്? കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മൾ 4000-ഓളം പേർ ഒരു കൊല്ലം മരിക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്നാണ്, വാഹനാപകടത്തിൽ മരിക്കുന്ന സ്ഥലത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ലേ? ഇതൊക്കെ ഈ പറയുന്ന സംഭവങ്ങൾക്കെല്ലാം ഈ നമ്മുടെ സംവിധാനത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു വാഹനം ഒരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ന്യായങ്ങൾ കണ്ടെത്തുകയാണ്. കാരണം സിബി പറഞ്ഞ പോലെ തന്നെ നമുക്ക് സംവിധാനത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആൾക്കാരിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോ ഈ ഡൈവേർഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതുകൊണ്ട് രാഷ്ട്രീയക്കാർ വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. പ്രത്യേകിച്ച് ഒരു വലിയ ഒരു വലിയ ജനപ്രീതിയുള്ള ഒരു താരത്തെ അറസ്റ്റ് ചെയ്യുന്നത് വഴി അവർക്ക് തന്നെ ഒരു ഹീറോയിസം കിട്ടും. കാരണം ഇവർക്ക് സിനിമയിലൊക്കെ അടിച്ചു വീഴ്ത്തുന്ന പോലെ അല്ലല്ലോ ഇത്. യഥാർത്ഥ ജീവിതത്തിൽ ഈ താരത്തെ അറസ്റ്റ് ചെയ്യുന്നു, ആ താരത്തെ അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് താരപരിവേഷം കിട്ടും. കാരണം ഇദ്ദേഹം അല്ലു അർജുനെ പറ്റി അറിയാം, 1500 കോടിയോളം കളക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ലോകം മുഴുവൻ അത് വലിയ രീതിയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഹീറോയെ ഞാൻ വരച്ച വരയിൽ നിർത്തും. ഈ പറഞ്ഞ പോലെ പേര് മറന്നു പോകുന്നതാകാം, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വേണ്ടിയിട്ട് പ്രചരണം നടത്തിയതാകാം, ഒക്കെ ആവാം, എന്തുവാകാം. കാരണം അവിടെയാണ് ഞാൻ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞത്. ഇന്ന് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു പരാതി കൊടുക്കുകയാണ്. അതൊരു വളരെ ബാലിശമായ സംഭവമാണ്. സിനിമയിൽ അങ്ങനെ ഒരു രംഗം വന്നതിൽ ഒരാൾക്ക് വരിക എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ ദൃശ്യം സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കണ്ട മലയാളികളെ 2 തവണ, അതായത് OTT ആയിട്ട് റിലീസ് ചെയ്ത ദൃശ്യം 2 ആണെങ്കിലും അതിന് മുമ്പ് വന്ന സിനിമയാണെങ്കിലും ഒക്കെ നമ്മളെ മുഴുവൻ കണ്ടു. വലിയ ഹിറ്റാണ്. അതിന്റെ കഥ എന്താണ്? അതിന്റെ കഥ എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ക്രൈം ചെയ്യുന്നതാണ്. ഏത് വിധത്തിലും ജസ്റ്റിഫൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ലാത്ത ഒരു ധ്വനിയായാലും വരുന്നുണ്ട്, ഇല്ലേ? ഈ സംഭവം നമുക്ക് എല്ലാവരും അംഗീകരിച്ചു. ഇതിന്റെ പേരിൽ ഈ കഥ എഴുതിയ ആളെയോ പടം നിർമ്മിച്ച ആളെയോ അതിൽ നായകനായ ആൾക്കെതിരെയോ നമ്മളൊരു കേസ് എടുക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചെയ്യാൻ പറ്റുമോ? അത് അവരുടെ ഇപ്പം ഈ ബാലിശമായ കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ വേറൊന്നും ഉണ്ടെന്ന് ചിന്തിക്കേണ്ടി വരും. അല്ലാതെ ഒരു യഥാർത്ഥത്തിലൊരു കേസ്, ഇപ്പം ഉറങ്ങിക്കിടക്കുന്നവരുടെ മേലേക്ക് വാഹനം ഓടിച്ചു കയറ്റുന്ന ഒരു നടൻ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൈവശം വെക്കുന്ന നടൻ, അല്ലെങ്കിൽ വേറൊരാളെ എന്തെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ കൊടുക്കുന്ന നടൻ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ നടത്തുന്ന നടൻ, അതുപോലെ അല്ലല്ലോ ഈ കേസില്. ഇതൊരു എല്ലാവരും നടത്തുന്ന ഒരു
പ്രൊമോഷന്റെ ഭാഗമായി വരുന്നു, അവിടെ ഒരു അൺടുവേർഡ് ഇൻസിഡന്റ് ഉണ്ടാകുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന രാഷ്ട്രീയപരമ എന്ന് നമുക്ക് സംശയിക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായും പ്രഭു, ശ്രീ പ്രഭു ശാന്തിവനമുണ്ട്, അല്ലു അർജുൻ ഫാൻസിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം. ശ്രീ പ്രഭു, നിങ്ങൾ